ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വണ്ടടിക്കേണ്ടാവും ഇവൻ കാർ പാർക്കിങ്ങിൽ നിന്ന് എന്താണ് ഇൻട്രോ എടുക്കുന്നുള്ളത്. ഇതൊരു യാത്രാ വീഡിയോ അല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. നമ്മളിന്ന് ആക്ച്വലി ഒരു ആപ്പ് പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇതൊരു പരസ്യമല്ല, ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. ഞാൻ ഇന്ന് ആക്ച്വലി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ആപ്പാണ്. സ്വരയിൽ എന്ന് പറയുന്ന ആപ്പാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ സൂപ്പർ ആപ്പാണ് സ്വരയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്വരയിൽ ആപ്പ് നമുക്കിന്ന് പരിചയപ്പെടാം. നമുക്കിന്ന് ഈ ആപ്പിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് ഇപ്പോൾ തന്നെ IRCTC റെയിൽ കണക്ട് ആപ്പുണ്ട്, UTS ആപ്പുണ്ട്, NTS ആപ്പുണ്ട്. ഇതെല്ലാത്തിനും കൂടി മെർജ് ചെയ്ത് ഒരു സിംഗിൾ ആപ്പായിട്ട് കൊണ്ടുവരുന്നതാണ് സ്വരയിൽ. അഥവാ സംസ്കൃതത്തിലെ സ്വ എന്ന് പറയുന്നത് ഞാൻ, എൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ് സ്വ എന്ന് പറയുന്നത്. അപ്പോൾ സ്വറെയിൽ എന്ന് പറയുന്നത്, അതായത് എൻ്റെ റെയിൽ എന്നുള്ള ഈ പുതിയ ആപ്പ് വന്നിരിക്കുന്നത്. പലരും ഇതിനെ സ്വാറയിൽ എന്ന് പറയുന്നുണ്ട്. സ്വാറയിലല്ല, സ്വറെയിലാണ്, അതായത് എൻ്റെ റെയിൽ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ നമുക്ക് ഈ ആപ്പിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റെയിൽവേയുടെ കാര്യം എടുത്താൽ, ഇന്ത്യൻ റെയിൽവേയിൽ നോക്കിയപ്പോൾ 5 ആപ്പുകളുണ്ട് യാത്രക്കാർക്ക് വേണ്ടിയുള്ളത്. IRCTC കണക്ട് ഉണ്ട്, NTS ഉണ്ട്, UTS ഉണ്ട്, ഫുഡ് ഓൺ ട്രാക്ക് ഉണ്ട്, റെയിൽ മദത് ഉണ്ട്. ഈ 5 ആപ്പുകളും 5 വ്യത്യസ്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ആപ്പ് എന്ന് പറയുന്നത് IRCTC കണക്ട് ആപ്പാണ്. ഇത് 2014 ഇന്ത്യൻ റെയിൽവേ ലോഞ്ച് ചെയ്യുന്നത്. ഇത് റിസർവേഷൻ ടിക്കറ്റുകൾ എടുക്കാനും PNR സ്റ്റാറ്റസ് എൻക്വയറി, TDR ഫയലിംഗ്, അതുപോലെ ഫ്ലൈറ്റ് ആൻഡ് ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ഉപയോഗിക്കാം. ഇത് കൂടാതെ ഇതിനകത്തൊരു ലോയൽറ്റി പ്രോഗ്രാമുണ്ട്. ഇവർക്ക് സ്വന്തമായിട്ടൊരു വാലറ്റും ഉണ്ട്. IRCTC വാലറ്റിൻ്റെ ഒരു ഫാൻ അല്ല ഞാൻ, കാരണം IRCTC വാലറ്റ് ഉപയോഗിക്കുന്നതിന് ഒരുപാട് എക്സ്ട്രാ കാശ് IRCTC തന്നെ പിടുങ്ങുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന്. നമ്മൾ നേരത്തെ കാശ് കൊടുക്കുന്നതാണെങ്കിൽ പോലും അവർ നമ്മുടെ അടുത്തുനിന്ന് ഓരോ പ്രാവശ്യം ഉപയോഗിക്കുന്നതിനൊരു സർവീസ് ചാർജും ഒക്കെ ഈടാക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഫാൻ അല്ല. പിന്നത്തെ ഒരു ആപ്പ് എന്ന് പറയുന്നത് NTES ആപ്പാണ്. NTES ആപ്പ് എന്ന് പറയുന്നത് 2014 ഇന്ത്യൻ റെയിൽവേ ലോഞ്ച് ചെയ്തൊരു ആപ്പാണ്. ഇത് നമ്മുടെ ഈ ട്രെയിൻ എൻക്വയറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്പാണത്. ഈ ആപ്പിനകത്ത് നമുക്ക് ട്രെയിൻ എവിടെ എത്തിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പെയർ ഓഫ് സ്റ്റേഷൻസിനിടയ്ക്ക് ഏതൊക്കെ ട്രെയിൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്യാൻസലേഷൻസ്, ഡൈവേർഷൻസ്, അങ്ങനത്തെ ഇൻഫർമേഷൻ നമുക്ക് ഈ ആപ്പ് വഴി എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ട്രെയിനിൻ്റെ ടൈം ടേബിളും നമുക്ക് ഈ ആപ്പ് വഴി എടുക്കാൻ പറ്റും. ഇത് വളരെ ഉപകാരമുള്ളൊരു ആപ്പാണ്. ഇതിൻ്റെ ഈക്വലൻ്റാണ് ഈ വേരസ് മൈ ട്രെയിൻ പോലത്തെ പ്രൈവറ്റ് ആപ്പുകളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെയുള്ളൊരു ആപ്പ് എന്ന് പറയുന്നത് UTS ആപ്പാണ്. അൺറിസർവ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റത്തിന് 2014 ഇന്ത്യൻ റെയിൽവേ ഈ ആപ്പ് അവതരിപ്പിക്കുന്നത്. ഇത് തുടങ്ങിയ സമയത്ത് ഇത് മുംബൈ സബർബൻ സിസ്റ്റത്തിൽ മാത്രമായിരുന്നു ഈ ആപ്പ് ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് ഇത് ഇന്ത്യ മൊത്തം അവർ വ്യാപിപ്പിച്ചത്. ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് അൺറിസർവ്ഡ് യാത്രാ ടിക്കറ്റുകളും അതുപോലെ സീസൺ ടിക്കറ്റുകളും നമുക്ക് എടുക്കാം. ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നമുക്ക് അഡീഷണൽ കാശൊന്നും നമ്മൾ നൽകേണ്ട ആവശ്യമില്ല. ബുക്കിംഗ് ചാർജോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചില ട്രാൻസാക്ഷൻ ഗേറ്റ്വേസ് ഉപയോഗിക്കുന്നുണ്ട്, ഗേറ്റ്വേ ഒരു ചാർജ് ഈടാക്കുന്നുണ്ട്. പിന്നത്തെ ഒരു ആപ്പ് എന്ന് പറയുന്നത് ഫുഡ് ഓൺ ട്രാക്ക് ആപ്പാണ്. ഇത് IRCTCയുടെ ആപ്പാണ്. 2015 ഈ ആപ്പ് വന്നത്. ഇത് ബേസിക്കലി ഭക്ഷണം ഓർഡർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. ഈ ആപ്പ് വഴി ഓർഡർ ചെയ്യുന്നതിന് IRCTCയുടെ അക്രഡിറ്റഡ് വെൻഡേഴ്സ് വഴി നമുക്ക് ഭക്ഷണം നമ്മുടെ സീറ്റിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരും. സീറ്റിലല്ല, വാതിൽക്കൽ വരാറുള്ളൂ, നമ്മുടെ കോച്ച് കൊണ്ടുവന്ന് എത്തിച്ചു തരും. ഇതിനകത്ത് നമുക്ക് ബൾക്ക് ബുക്കിങ്ങും ചെയ്യാൻ പറ്റും. പിന്നത്തെ ആപ്പ് എന്ന് പറയുന്നത് 2018 നിലവിൽ വന്ന റെയിൽ മദത് എന്ന് പറയുന്ന ആപ്പാണ്. മദത് എന്ന് പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ഡിസൈഡ് അസിസ്റ്റൻസ് ഡ്യൂറിങ് ട്രാവൽ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇതൊരു ഡിജിറ്റൽ കംപ്ലയിൻറ്റ് സിസ്റ്റമാണ്. നമുക്ക് ഇതുവഴി നമുക്ക് യാത്രാ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ റെയിൽവേയുടെ അസിസ്റ്റൻസ്, ഇപ്പോൾ കോച്ച് വൃത്തിയല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കോച്ചിൽ വെള്ളം വരുന്നില്ല, അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഇതുവഴി ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് നമുക്ക് സഹായം സ്വീകരിക്കാവുന്നതാണ്. അങ്ങനത്തെ റെയിൽവേയിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ് റെയിൽ മദത് എന്ന് പറയുന്നത്. ഈ 5 ആപ്പുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് നമുക്കൊരു മോചനത്തിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ ആപ്പാണ് സ്വരയിൽ എന്ന് പറയുന്നത്. സ്വരയിൽ ഇപ്പോൾ ബീറ്റ ടെസ്റ്റിംഗ് വെർഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പൊതുജനത്തിനുള്ള പബ്ലിക് ആക്സസ് ഇത് തുറന്നിട്ടില്ല. CIRS, അതായത് സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സർവീസസിൻ്റെ ട്വിറ്റർ പേജ്, X പേജ് ഫോളോ ചെയ്യുക. അതിൽ അവർ എന്താ പറയുക, പുതിയ റിലീസ് വരുന്ന സമയത്ത് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആക്സസ് ലഭിക്കുന്നതാണ്. അപ്പോൾ സ്വരയിൽ എന്ന് പറയുന്ന ആപ്പിൻ്റെ ഹോം സ്ക്രീനാണ് നമ്മൾ കാണുന്നത്. ഹോം സ്ക്രീനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാര്യം നമുക്ക് സ്വരയിൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡിലാണ്. സ്വരയിൽ നമുക്ക് എൻക്വയറി പോലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വരയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സ്വരയിൽ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് ഇത് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്ത് നമുക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ IRCTC അല്ലെങ്കിൽ UTS ആപ്പിൻ്റെ അതേ ലോഗിൻ ID ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ്. അത് വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് സ്വരയിൽ ആപ്പിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വരയിൽ ആപ്പ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എൻ്റെ IRCTC ലോഗിൻ ID ഞാൻ ഉപയോഗിച്ച് ഞാൻ സ്വരയിൽ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്തായിരുന്നു. ഞാനിപ്പോൾ ഞാൻ ഒന്ന് ആപ്പ് കുറച്ച് ഉപയോഗിച്ച് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഈ ആപ്പ് ഉപയോഗിച്ചായിരുന്നു. അതുകൊണ്ട് എനിക്ക് യൂസർ നെയിം പാസ്വേഡും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് നമുക്ക് ആപ്പിനകത്തേക്ക് കിടക്കാം. ഈ ആപ്പിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് IRCTC കണക്റ്റുള്ള പോലെ തന്നെ നമുക്ക് ഇവിടെ ബയോമെട്രിക് ആക്സസ് അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ആപ്പിൽ എല്ലാ പ്രാവശ്യവും നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് നൽകേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ യൂസർ ID ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക.
യൂസർ ഐ ഡി പാസ്വേഡും ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളോട് എം പിൻ സെറ്റ് ചെയ്യാൻ പറയും. നമ്മൾ എം പിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എം പിന്നിന് കൂടെ തന്നെ നമുക്ക് ബയോമെട്രിക് ആക്സസ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് വെക്കാം. ബയോമെട്രിക് ആക്സസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓരോ പ്രാവശ്യം ഈ ആപ്പ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ യൂസർ ഐ ഡി പാസ്വേഡോ അല്ലെങ്കിൽ എം പിന്നോ ഒന്നും നമ്മൾ നൽകേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ഈ ആപ്പ് തുറക്കാൻ പറ്റും. ഈ ബയോമെട്രിക് ആക്സസ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫീച്ചറാണ്. അത് IRCTC കണക്റ്റിൽ നമുക്ക് ബയോമെട്രിക് ആക്സസ് ഫീച്ചർ അവൈലബിൾ ആണ്. അതേപോലെ സ്വരയിൽ ആപ്പിൽ നമുക്ക് ബയോമെട്രിക് ഫീച്ചർ അവൈലബിൾ ആണ്. എന്നാൽ ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആപ്പിനകത്തേക്ക് കിടക്കാം. ആപ്പിനകത്ത് എന്തൊക്കെ സവിശേഷതകളാണ് ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയാം. അപ്പോൾ നമ്മൾ സ്വരയിൽ എന്ന് പറയുന്ന ആപ്പ് ഞാൻ നേരത്തെ പറയുന്നത് സൂപ്പർ ആപ്പാണ്. അതുകൊണ്ട് സ്വരയിൽ എന്ന് പറയുന്ന ആപ്പിലേക്ക് കയറി ഉടനെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റ് ഈ പറയുന്ന ഇപ്പോൾ ഇന്ത്യൻ റെയിലുള്ള 5 ആപ്പുകളും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വരയിൽ എന്ന് പറയുന്ന സിംഗിൾ ആപ്പിൽ കൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനൊക്കെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാം. ഈ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ആപ്പിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണും റിസർവ്ഡ് അൺറിസർവ്ഡ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ 3 ബട്ടണുകൾ അല്ലെങ്കിൽ 3 എന്താ പറയുക ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടണുകൾ വഴി നമുക്ക് നേരെ ടിക്കറ്റ് ബുക്കിങ്ങിലേക്ക് കിടക്കാം. അത് കൂടാതെ താഴോട് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. താഴെ അവരുടെ സോഷ്യൽ മീഡിയ ഇതിൻ്റെ ലിങ്ക്, അതുപോലെ ഡിഡ് യു നോ എന്നൊരു കോളം കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ നമ്മുടെ ഇതിനകത്ത് ആക്റ്റീവായിട്ടുള്ള ടിക്കറ്റുകൾ റിസർവ്ഡ് ടിക്കറ്റ് അൺറിസർവ്ഡ് ടിക്കറ്റ് എല്ലാം കാണിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ നമ്മുടെ അടുത്ത ടിക്കറ്റ് എന്താണെന്നുള്ള ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാം. നമ്മളല്ലാണ്ട് IRCTCയിലുള്ള പോലെ മൈ ബുക്കിംഗ്സിൽ പോയി നമ്മൾ ടിക്കറ്റ് തപ്പെടുക്കേണ്ട ആവശ്യമില്ല. ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ എനിക്ക് അനാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഡിഡ് യു നോ സത്യം പറഞ്ഞാൽ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും സ്പേസും അതുപോലെ ഗ്രാഫിക്സ് ഒക്കെ വേസ്റ്റ് ആവാണ്. നമുക്ക് നേരെ നമുക്ക് എന്താ പറയുക ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ നോക്കാനായിട്ട് നമുക്ക് പോകാം. അതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞാൽ മൈ ബുക്കിംഗ്സ് താഴത്തെ റിബണിൽ ഹോം മൈ ബുക്കിംഗ്സ് മെനു എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മൈ ബുക്കിംഗ്സ് പോയി നമ്മുടെ ബുക്കിംഗ് ഇതൊക്കെ കാണാൻ പറ്റും. അതുപോലെ മെനു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ മെനു മറ്റൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല. കാര്യം എല്ലാം തന്നെ നമുക്ക് ഹോം സ്ക്രീനിൽ നേരിട്ട് തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഈ ആപ്പിനകത്ത് ഫ്ലൈറ്റ് സംബന്ധമായ കുറച്ച് ഫീച്ചേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് സംബന്ധമായ ഫീച്ചേഴ്സ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാര്യം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളൊരു സിനിമയുടെ പാസിലേക്കൊന്നും ചെയ്ത ഒരാളല്ല. നമ്മൾ അൺഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഫ്രണ്ട് സ്ക്രീനിൽ തന്നെ ഫ്ലൈറ്റ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. അതിനകത്ത് ഫ്ലൈറ്റ് ട്രാക്കിംഗ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഞാനത് സത്യം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ആവശ്യമില്ല, ഞാനത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നിങ്ങൾ ഫ്ലൈറ്റ് ഒക്കെ ചെയ്യുന്ന ലോജിസ്റ്റിക്സ് പാർട്ണർ വല്ലതും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നല്ലതായിരിക്കും. നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ ഹോം സ്ക്രീൻ അൺകറക്റ്റഡ് ആയിട്ട് കിട്ടും. എന്നാൽ പിന്നെ നമുക്ക് മുകളിലുള്ള ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഹോം സ്ക്രീനിൽ ടിക്കറ്റ് കാണിക്കുന്നത് നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ റിസർവ്ഡ് ടിക്കറ്റ്സ് എന്ന് പറയുന്ന ഫീച്ചറാണ്. റിസർവ്ഡ് ടിക്കറ്റ്സ് എന്ന് പറയുന്നത് IRCTC വഴിയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ സ്വരയിൽ ആപ്പിൽ ടിക്കറ്റ് എടുത്താൽ നമ്മൾ IRCTC നമ്മൾ കൺവീനിയൻസ് ചാർജ് കൊടുക്കേണ്ടതുണ്ട്. വളരെ സിമ്പിളാണ് ഇവിടുത്തെ റിസർവേഷൻ എന്ന് പറയുന്നത്. ഫ്രം ആൻഡ് ടു ഉള്ള സ്റ്റേഷൻസ് നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് എന്നത്തേക്കാണോ ടിക്കറ്റ് വേണ്ടത് ആ ഡേറ്റ് ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ക്ലാസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കോട്ട സെലക്ട് ചെയ്യാൻ പറ്റും. ജനറൽ കോട്ട, തത്കാൽ കോട്ട, പ്രീമിയം കോട്ട, തത്കാൽ പോലത്തെ ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേഴ്സ് എന്ന ഓപ്ഷൻ നമുക്ക് കണക്റ്റിംഗ് ടിക്കറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ടിക്കറ്റ് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നേരെ വരുന്നത് എന്താ പറയുക ഒരു ലിസ്റ്റ് ഓഫ് ട്രെയിനുകളാണ് വരുന്നത്. ലിസ്റ്റ് ഓഫ് ട്രെയിനുകൾ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് അവൈലബിലിറ്റി കൊടുക്കാം. അതുപോലെ അവൈലബിലിറ്റി കൊടുത്താൽ എല്ലാ ക്ലാസ്സിനും ടിക്കറ്റ് അവൈലബിലിറ്റി വരും. വ്യൂ നിയർ ബൈ ഡേറ്റ്സ് എന്ന ഓപ്ഷൻ കൊടുത്താൽ അടുത്ത 6 ദിവസത്തേക്കുള്ള ടിക്കറ്റ് അവൈലബിലിറ്റി കടന്നു വരുന്നതാണ്. IRCTC നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ IRCTC നമ്മൾ ക്ലാസ്സിൻ്റെ പേര് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിന് മാത്രമാണ് അവൈലബിലിറ്റി കാണിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാ ക്ലാസ്സുകളുടെയും അവൈലബിലിറ്റി ആ ടിക്കറ്റ് ഡേറ്റിനുള്ളത് അത് കാണിച്ചു തരും. എനിക്ക് നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് നേരെ അൺറിസർവ്ഡ് ടിക്കറ്റിംഗ് ഫീച്ചറിലേക്ക് പോകാം. അൺറിസർവ്ഡ് ടിക്കറ്റിംഗ് ഫീച്ചറിലാണെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സാധാരണ ടിക്കറ്റും സീസൺ ടിക്കറ്റും ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സീസൺ ടിക്കറ്റും ഇതുവഴി നമുക്ക് എടുക്കാൻ വേണം. ഞാൻ സീസൺ ടിക്കറ്റ് എടുത്തില്ല. സാധാരണ ടിക്കറ്റാണ് ട്രൈ നോക്കി അതൊന്ന് കാണിച്ചു തരാം. സാധാരണ ടിക്കറ്റ് ഓപ്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ഉണ്ട്. അറ്റ് സ്റ്റേഷനും ഔട്ട്സൈഡ് സ്റ്റേഷനും എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഔട്ട്സൈഡ് സ്റ്റേഷൻ എന്നുള്ള പേര് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രം ടു നമ്മൾ മാനുവലി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മൾ മാനുവലി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിൽ നമ്മളോട് ചോദിക്കും ഏത് തരം ട്രെയിൻ ആണെന്നുള്ള സൂപ്പർ ഫാസ്റ്റ് ആണോ, മെയിൽ എക്സ്പ്രസ് ആണോ, അത് ഓർഡിനറി ട്രെയിൻ ആണോ. അതിനകത്ത് അന്ത്യോദയ പോലത്തെ ഓപ്ഷൻസ് വരും. ഞാൻ ട്രൈ ചെയ്ത റൂട്ടിൽ അന്ത്യോദയ ഇല്ലാത്തത് കാണിച്ചില്ല. അതൊക്കെ കഴിഞ്ഞ് ഫെയർ ആണെങ്കിൽ നമ്മൾ ബുക്ക് നൗ കൊടുത്തു കഴിഞ്ഞാൽ നേരെ അടുത്ത പേയ്മെൻറ്റ് പേജിലേക്ക് ചെല്ലും. പേയ്മെൻറ്റ് പേജിൽ നമുക്ക് R-Wallet വഴി കാശ് കൊടുക്കാൻ പറ്റും. R-Wallet വഴി കാശ് കൊടുത്താൽ 3% ക്യാഷ് ബാക്ക് കിട്ടും. R-Wallet അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് UPI വഴി നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. UPI വഴി പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് അഡീഷണൽ ചാർജ് ഒന്നും ഇല്ല. നമുക്ക് UPI നമ്മുടെ ഫോണിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള UPI ആപ്പ് വഴിയും കാശ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ UPI ID എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ UPI ആപ്പ് ഓപ്പൺ ചെയ്ത് വഴി നമുക്ക് കാശ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഓപ്ഷൻസ് ആണ് ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് നെറ്റ് ബാങ്കിങ് തുറന്നു മിക്കവാറും എല്ലാ ബാങ്കുകളും അതിനകത്ത് കണ്ടായിരുന്നു. നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ വഴി നമുക്ക് കാശ് കൊടുക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ R-Wallet ആണ് ഏറ്റവും നല്ലത്. കാരണം ഓരോ പ്രാവശ്യം നമ്മൾ റീചാർജ് ഓരോ പ്രാവശ്യം നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് 3% ക്യാഷ് ബാക്ക് കിട്ടും. ഇനി നമ്മൾ സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അറ്റ് സ്റ്റേഷൻ ഓപ്ഷൻ ഉപയോഗിക്കുക. അറ്റ് സ്റ്റേഷൻ ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഫ്രം സ്റ്റേഷൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ബട്ടൺ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ സ്കാനർ തുറക്കും. ആ സ്കാനർ ഉപയോഗിച്ച് സ്റ്റേഷനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രം സ്റ്റേഷൻ അതിൽ വന്നോളൂ. ടു സ്റ്റേഷൻ മാത്രം എൻ്റർ ചെയ്താൽ മതി. ഇതേപോലെ വളരെ സിമിലർ ആയിട്ടുള്ള ഓപ്ഷനാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് വിൻഡോ. പ്ലാറ്റ്ഫോം ടിക്കറ്റ് വിൻഡോ കൂടെ നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റാണ് എടുക്കുന്നത്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്ന സമയത്തും സ്റ്റേഷൻ്റെ പേര് നമ്മൾ മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കും. അവിടെ മറ്റ് സ്റ്റേഷൻ ഔട്ട്സൈഡ് സ്റ്റേഷൻ ഓപ്ഷൻ ഉണ്ട്. ഔട്ട്സൈഡ് സ്റ്റേഷൻ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേഷൻ്റെ പേര് നമ്മൾ മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കണം. അതേ സമയം നമ്മൾ അറ്റ് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേഷൻ്റെ പേര് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി സ്റ്റേഷൻ്റെ പേര് അത് പിക്ക് ചെയ്യും. 10 രൂപ ടിക്കറ്റ് സ്റ്റേഷൻ നമ്മുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൻ്റെ ചാർജ് 10 രൂപ അത് എഴുതി കാണിക്കും. അത് പേ ചെയ്യാൻ നേരത്തെ കാണിച്ച ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഇതിനുള്ള മെയിൻ ഫീച്ചേഴ്സ്. ഇത് കൂടാതെയുള്ള കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. അപ്പോൾ ഈ ആപ്പിലുള്ള മറ്റ് ഫീച്ചേഴ്സ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. മോർ ഓഫറിങ്സ് എന്ന് പറയുന്ന ലിസ്റ്റിന് അടിയിലുള്ള ഫീച്ചേഴ്സാണ്. ആദ്യത്തെ സെർച്ച് ട്രെയിൻസ് ആണ്. ഇവിടെ നമുക്ക് ട്രെയിനിൻ്റെ നമ്പർ ഇട്ട് ട്രെയിനിൻ്റെ ഷെഡ്യൂൾ തപ്പിയെടുക്കാൻ പറ്റും. ഇതൊരു നല്ല ഫീച്ചറാണ്. ഇത് കൂടാതെയുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റേഷൻ ഡെസ്റ്റിനേഷൻ പെയർ എടുത്തു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഓടുന്ന എല്ലാ ട്രെയിനുകളുടെയും ലിസ്റ്റ് നമുക്ക് എടുക്കാം. എല്ലാ ട്രെയിനുകളുടെയും ലിസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് റിസർവ്ഡ് ആയിട്ടും അൺറിസർവ്ഡ് ആയിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ട്രെയിനുകളും നമുക്ക് കിട്ടും. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഷെഡ്യൂൾ പ്രകാരമുള്ള എല്ലാം കിട്ടും. അല്ല ട്രെയിൻസ് ഓൺ ദ റൺ എന്ന് പറയുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസർവ്ഡ് ആയിട്ടും അൺറിസർവ്ഡ് ആയിട്ടുമുള്ള എല്ലാ ട്രെയിനുകളും നമുക്ക് ലിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ തന്നെ അവർ റിസർവ്ഡ് ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ബുക്ക് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ആ ബുക്ക് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ്, ക്ലാസ് പോലെ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബുക്ക് ടിക്കറ്റ് വിൻഡോയിലേക്ക് പോകും. പക്ഷേ ഈ ബുക്ക് ടിക്കറ്റ് വിൻഡോൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആ ട്രെയിൻ അല്ല എടുക്കുന്നത്. അത് വീണ്ടും നമുക്ക് അന്നത്തെ ഡേറ്റിൽ ഓടുന്ന എല്ലാ ട്രെയിനുകളും ലിസ്റ്റ് കാണിച്ചു തരും. ആ ലിസ്റ്റിൽ നമ്മൾ വീണ്ടും ട്രെയിൻ തിരഞ്ഞെടുത്തിട്ട് ആ ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്യണം. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിക്കാൻ ബുക്ക് കൊടുക്കുമ്പോൾ നേരത്തെ ആ ട്രെയിൻ തന്നെ വന്നാൽ മതിയായിരുന്നു. അതെന്തുകൊണ്ട് അവർ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. നമുക്കത് മറ്റ് ഫീച്ചേഴ്സ് നോക്കാം. ഇതിനകത്ത് പിന്നെ നമുക്ക് ട്രെയിൻസ് ഓൺ ദ റൺ എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. ട്രെയിൻസ് ഓൺ ദ റൺ എന്ന് പറയുന്ന ഫീച്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾ കാണിക്കും. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ കാത്ത് നിൽക്കുകയാണ്, നമുക്ക് സ്റ്റേഷനിൽ നിന്ന് അടുത്ത ട്രെയിൻ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഫീച്ചർ വളരെ നല്ല ഫീച്ചറാണ്. ഇനി അടുത്ത കുറച്ച് മണിക്കൂറുകളിൽ വരാനിരിക്കുന്ന ട്രെയിൻ ഏതാണെന്ന് നമുക്ക് തപ്പി കണ്ടുപിടിക്കാം. അവിടുന്ന് ട്രെയിൻ എവിടെ എത്തിയെന്നുള്ള കറണ്ട് ട്രെയിൻ മൂവ്മെൻറ്റ് വഴി നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം. അപ്പോൾ ട്രെയിൻ എവിടെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോർഡിങ്ങിന് അത് സഹായിക്കുന്ന ഒരു ഫീച്ചറും കൂടിയാണ് ഇതിനകത്തുള്ള ട്രെയിൻസ് ഓൺ ദ റൺ എന്ന് പറയുന്ന ഫീച്ചർ. ഈ സെർച്ച് ട്രെയിൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഫീച്ചർ, അതിന് തൊട്ടടുത്ത ഫീച്ചറിലേക്ക് നമ്മൾ കടക്കുകയാണ്. PNR സ്റ്റാറ്റസ് എൻക്വയറി ആണ്. PNR സ്റ്റാറ്റസ് എൻക്വയറിയിൽ നമുക്ക് നിലവിൽ ബുക്കിംഗ് ഉള്ള എല്ലാ ബുക്കിങ്ങുകളും ഇതിനകത്ത് കാണിക്കും. അത് കൂടാതെ നമുക്ക് എന്താ പറയുന്നത്, ഒരു PNR നമ്പർ ഉണ്ടെങ്കിൽ ആ PNR നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അതിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കോച്ച് പൊസിഷൻ തപ്പാനുള്ള ഓപ്ഷനാണ്. നമുക്കൊരു ട്രെയിൻ നമ്പർ ഉണ്ടെങ്കിൽ ട്രെയിൻ നമ്പറും നമ്മൾ ഏത് സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത്, എന്നാണ് കയറുന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിൻ നമ്പർ കോച്ച് പൊസിഷൻ കാണിച്ചു തരും. പക്ഷേ അത് അഡ്വാൻസ് ആയിട്ട് പറ്റില്ല. ട്രെയിൻ പുറപ്പെടാൻ ആവുമ്പോൾ മാത്രമേ ഈ ഫീച്ചർ ഓൺ ആവുകയുള്ളൂ. അല്ലാണ്ട് അഡ്വാൻസ് ആയിട്ട് ഫീച്ചർ ഓൺ ആവില്ല. അപ്പോൾ നമുക്ക് മറ്റന്നാളത്തേക്ക് അത് കഴിഞ്ഞിട്ട് തുടങ്ങാൻ പോകുന്ന ട്രെയിനിൻ്റെ ഫീച്ചർ നമുക്ക് തപ്പിയെടുക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഫീച്ചർ. ഇതിനകത്ത് ഒരു ട്രെയിൻ പൊസിഷൻ കാണിക്കുമ്പോൾ എഞ്ചിൻ വരെ വന്ദേ ഭാരത് കോച്ച് കാണിക്കുന്നത്. അതെന്തിനാണ് എനിക്ക് മനസ്സിലായില്ല. സാധാരണ എഞ്ചിൻ വരെ കാണിച്ചാൽ പറയുന്നു. ഈ വന്ദേ ഭാരതിനുള്ള ഫിക്സേഷൻ കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രാക്ക് ട്രെയിൻ ഓപ്ഷനാണ്. ട്രാക്ക് ട്രെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ ഇപ്പോൾ എവിടെ എത്തിയെന്നുള്ള നമുക്ക് തപ്പിയെടുക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ ഏത് സ്റ്റേഷനിലാണ് നിൽക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ എന്ന് പുറപ്പെട്ട ട്രെയിൻ എന്നുള്ള എന്ന് ബോർഡിങ്ങിലുള്ള ട്രെയിൻ എന്നൊക്കെ അങ്ങനെയൊക്കെ കൊടുത്താൽ മാത്രമേ ഇത് പൊങ്ങി വരും. ഈ ഒരു കാര്യത്തിൽ എനിക്ക് NTSൻ്റെ ലേഔട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. NTS നമ്മൾ ട്രെയിൻ നമ്പർ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ട്രെയിനിൻ്റെ ഫുൾ റണ്ണാണ് കിട്ടുന്നത്. റൈറ്റ് സൈഡിൽ കാണിക്കുന്ന NTS ആപ്പിൻ്റെ സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ ട്രെയിനിൻ്റെ ഫുൾ റൺ നമുക്ക് കിട്ടില്ല. നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ കുറേ ബട്ടൺസ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ട്രെയിനിൻ്റെ ഫുൾ റൺ കിട്ടുള്ളൂ. NTS അങ്ങനെ NTS നമുക്ക് നേരിട്ട് തന്നെ ട്രെയിനിൻ്റെ ഫുൾ റൺ കിട്ടും. ആ ഫീച്ചർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. NTS ആണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് NTSൻ്റെ കാര്യമാണ് ഇഷ്ടപ്പെട്ടത്. NTSലുള്ള കുറച്ച് ഫീച്ചേഴ്സ് സ്വരയിലേക്ക് വന്നിട്ടില്ല. NTSൽ നമുക്ക് എന്താ പറയുക, ട്രെയിൻ ക്യാൻസലേഷൻസ്, ഡൈവേർഷൻസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. അത് സ്വരയിലേക്ക് ഇതിൽ വന്നിട്ടില്ല. ഇതിന് ഫ്യൂച്ചറിൽ വരുമായിരിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ ആയിരുന്നു. അത് ഇതിൽ വന്നിട്ടില്ല. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഫുഡ് ഓൺ ട്രാക്ക് ആപ്പിൻ്റെ ഓപ്ഷൻസ് മൊത്തം അവർ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫുഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ബുക്കിംഗ്സ് അൺഫോർച്ചുനേറ്റ്ലി ഈ കാറ്ററിംഗ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ അതിനകത്ത് ലിസ്റ്റ് ചെയ്യുന്ന ടിക്കറ്റ് വന്ദേ ഭാരത് ടിക്കറ്റാണ്, ഈ കാറ്ററിംഗ് ഇല്ല. പിന്നെ നമുക്കിവിടെ അതുപോലെ ഫയൽ റീഫണ്ട്, ടിക്കറ്റ് റീഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതും എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം എനിക്ക് TDR എലിജിബിൾ ആയിട്ടുള്ള ടിക്കറ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ റെയിൽ മദത് ഇതിനകത്ത് തന്നെ എംബഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെയിൽ മദത്തിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ തന്നെ വരും. നമുക്കത് ട്രെയിനിലത്തെ സപ്പോർട്ടാണ് ആവശ്യമുള്ളത്, സ്റ്റേഷൻ സപ്പോർട്ടാണ് ആവശ്യമുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ ചുമ്മാ ടെസ്റ്റായിട്ട് ഒരു ട്രെയിൻ ഇസ് നോട്ട് ക്ലീൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ടെസ്റ്റിംഗ് നടത്തി. അത് ഞാൻ സബ്മിറ്റ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് റെയിൽ മദതും നമുക്ക് ഇവിടെ നിന്ന് ഉപയോഗിക്കാം. റെയിൽ മദത്തിലുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെയും തെളിഞ്ഞ് വരുന്നുണ്ട്. റെയിൽ മദത് പോലെ തന്നെയാണ് ഈ ഫീച്ചറും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെയിൽ മദത് എന്നൊരു അഡീഷണൽ ആപ്പിൻ്റെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് സ്വരയിൽ ആപ്പ് വഴി തന്നെ നമുക്ക് ഈ കംപ്ലയിൻസ് എല്ലാം കൊടുക്കാം. റെയിൽ മദത് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. അത് ഈ ആപ്പിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഈ 5 ആപ്പുകൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 5 ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഫോണിലെ മെമ്മറിയുടെ ഒക്കെ പ്രശ്നം വരും. പക്ഷേ സ്വരയിൽ ആ ഒരു പ്രശ്നം കംപ്ലീറ്റ്ലി സോൾവ് ചെയ്ത് ഒരു സിംഗിൾ ആപ്പ് വഴി തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാനുള്ളൊരു ഫെസിലിറ്റിയാണ് സ്വരയിൽ ആപ്പ് ചെയ്തു തരുന്നത്. അവസാനത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സജഷൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള പ്രൊവൈഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് യാത്ര കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഫീഡ്ബാക്ക് റെയിൽവേ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുവഴി ഫീഡ്ബാക്ക് കൊടുക്കാം. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയിലെ 5 ആപ്പുകൾ വഴി നമ്മൾ നേരത്തെ എടുത്തുകൊണ്ടിരുന്ന ഹെൽപ്പ് സർവീസസ് എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു സിംഗിൾ സ്വരയിൽ ആപ്പ് വഴി നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ശരിക്കും ഒരു സൂപ്പർ ആപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ആപ്പിൻ്റെ വർക്കിംഗ് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് നോക്കാം. നമുക്കൊരു റിസർവേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം സ്വരയിൽ ആപ്പിലൂടെ. അപ്പോൾ റിസർവേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നേരെ റിസർവ് ടിക്കറ്റ് ഓപ്ഷനിൽ പോകാം. അവിടെ നമ്മൾ ഫ്രം ടു ഇടുക, ഏത് സ്റ്റേഷനിൽ നിന്നും ഏത് സ്റ്റേഷനിലേക്കാണോ ടിക്കറ്റ് വേണ്ടത് ആ ഡീറ്റെയിൽസ് ഫ്രം ടു ഇടുക, ഡേറ്റ് തിരഞ്ഞെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ക്ലാസ് നോട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് ഇടാം. തത്കാൽ ടിക്കറ്റ് ആണെങ്കിൽ തത്കാൽ കോട്ടയിലെ തത്കാൽ ഓപ്ഷൻ ഇടാം. അത് കിട്ടിയിട്ട് സെർച്ച് ബട്ടൺ അമർത്തുക. സെർച്ച് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ നേരെ ട്രെയിനുകളുടെ ഒരു ലിസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഞാൻ തേടിയത് മധുരൈ ജംഗ്ഷൻ ടു തിരുനെൽവേലി ജംഗ്ഷനാണ്. അത് ഒരുപാട് ട്രെയിനുകളുള്ള ഒരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ ലിസ്റ്റാണ് വന്നത്. ഈ വലിയ ലിസ്റ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ട്രെയിനെ തിരഞ്ഞെടുക്കാം. അങ്ങനെ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വേറെ പർട്ടിക്കുലർ ഓർഡറിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ റൈറ്റ് ടോപ്പിൽ നമുക്ക് സോർട്ട് ആൻഡ് ഫിൽറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് തിരഞ്ഞെടുക്കാം. അതിൽ ഫിൽറ്റേഴ്സിൽ നമുക്ക് വേണമെങ്കിൽ ട്രെയിൻ ടൈപ്പ്, അല്ലെങ്കിൽ ക്ലാസ്, അല്ലെങ്കിൽ ഡിപ്പാർച്ചർ ടൈം, ഓരോ ടൈം സ്ലോട്ട്സ് ആയിട്ട് തിരിച്ചു തന്നിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീഫോൾട്ടായിട്ട് ട്രാവൽ ടൈമാണ് സോർട്ട് ചെയ്യുന്നത്. ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ആദ്യം വരുന്ന പോലെയാണ്. അത് മാറ്റിയിട്ട് ഡിപ്പാർച്ചർ ടൈമിൻ്റെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് പോകേണ്ട ട്രെയിൻ ഞാനൊരു പർട്ടിക്കുലർ ട്രെയിനാണ് തപ്പി വന്ന്, ആ ട്രെയിൻ രാത്രി പുറപ്പെടുന്ന ട്രെയിനാണ്. അപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്ത് ഞാൻ നേരെ ആ രാത്രി പുറപ്പെടുന്ന ട്രെയിനിൻ്റെ അവിടെ എത്തുകയാണ്. ഞാൻ എന്നിട്ട് ആ രാത്രി പുറപ്പെടുന്ന ട്രെയിനിൻ്റെ അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ഗെറ്റ് അവൈലബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നേരെ ഏതൊക്കെ ടിക്കറ്റ് ഏതൊക്കെ ക്ലാസ്സിൽ ടിക്കറ്റ് അവൈലബിൾ ആണെന്ന് കാണിക്കും. ഞാനൊരു സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റാണ് ബുക്ക് ചെയ്യുന്നത്. 16729 മധുരൈ പെരുള്ളൂർ എക്സ്പ്രസ്സിൽ മധുരയിൽ നിന്ന് തിരുനെൽവേലിക്ക് സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ്. ജസ്റ്റ് ഡെമോന് വേണ്ടി മാത്രം ബുക്ക് ചെയ്യുന്ന ഒരു ടിക്കറ്റാണ്.
അങ്ങനെ ഇടുക. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ വേണമെങ്കിൽ ആഡ് പാസഞ്ചറിനകത്ത് ആഡ് ന്യൂ അല്ലെങ്കിൽ ആഡ് എക്സിസ്റ്റിംഗ് പാസഞ്ചർ ഉണ്ട്. എക്സിസ്റ്റിംഗ് പാസഞ്ചർ എന്ന് പറയുമ്പോൾ IRCTC സൈറ്റിലുള്ള നമ്മുടെ മാസ്റ്റർ ലിസ്റ്റാണ് വരുന്നത്. ഞാനിപ്പോൾ തൽക്കാലം ആഡ് ന്യൂ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ജെൻഡർ തന്നെ എടുക്കുക, പേരിടുക, ഏജ് ഇടുക, ഇട്ടിട്ട് നമുക്ക് ബർത്ത് പ്രിഫറൻസ് കൊടുക്കുക. ഞാനൊരു ലോവർ ബർത്തിന് പ്രിഫറൻസ് കൊടുത്തു, ആഡ് കൊടുക്കുക. അത് കഴിഞ്ഞ് താഴെ നമ്മുടെ ഡു യു വാണ്ട് അപ്ഗ്രേഡ്, അതുപോലെ ഇൻഷുറൻസ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം വരും. IRCTCയിലെ എല്ലാ ഓപ്ഷൻസ് വരും. ആ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ റിസർവ് ടിക്കറ്റ് എന്നുള്ള ഇതിലേക്ക് നമ്മൾ പോവാം. അത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജ് വരും. അപ്പോൾ ഈ അടുത്ത പേജിനകത്ത് നമ്മളൊരു ക്യാപ്ച വെരിഫിക്കേഷൻ ചെയ്യണം. IRCTCയിലുള്ള പോലെ തന്നെയാണ്, കുറച്ച് പ്രത്യേക അക്ഷരങ്ങളായിട്ട് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ നമ്പേഴ്സൊക്കെ ഒരു ക്യാപ്ച വരും. ആ ക്യാപ്ച ഫില്ല് ചെയ്യുക. ആ ക്യാപ്ച ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ബുക്ക് നൗ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ടിക്കറ്റിൻ്റെ പ്രൈസ് ബ്രേക്കപ്പ് കാണും. ഇവിടെ സ്റ്റാൻഡേർഡ് കാണിക്കുന്നത് ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രൈസാണ് ഇവിടെ സ്റ്റാൻഡേർഡ് കാണിക്കുന്നത്. നമ്മൾ പേയ്മെൻറ്റ് പേജിൽ പോയിട്ട് നമ്മൾ UPI ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കൺവീനിയൻസ് ഫീ കോയും. നമ്മൾ IRCTC കൊടുക്കുന്ന കൺവീനിയൻസ് ഫീ ഇവിടെ കൊടുക്കാൻ വേണം, വേറെ വഴിയൊന്നുമില്ല. സ്വരയിൽ ആപ്പിനകത്ത് പേയ്മെൻറ്റ് ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ തൽക്കാലം വാലറ്റ്, UPI, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് മാത്രമേ ഉള്ളൂ. വേറെ IRCTC ആപ്പിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് എന്താ പറയുക, നമുക്ക് അതിനകത്ത് വാലറ്റുകളുണ്ട്, പലതരം വാലറ്റുകളുണ്ട്. ഫിൻടെക് കമ്പനികളുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഉണ്ട്, അതുപോലെ NBFCസിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഉണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ തന്നെ മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഗേറ്റ്വേസ്, അമേരിക്കൻ എക്സ്പ്രസ് പോലത്തെ പേയ്മെൻറ്റ് ഗേറ്റ്വേസും IRCTCയുടെ സ്വന്തം IRCTC iPay എന്ന് പറയുന്ന പേയ്മെൻറ്റ് ഗേറ്റ്വേ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് IRCTCയിലുണ്ട്. IRCTCയിൽ ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം അതൊന്നും വർക്ക് ചെയ്യില്ലാതാകും. 1-2 പേയ്മെൻറ്റ് ഗേറ്റ് മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ. അത് വേറെ കാര്യം, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. സ്വരയിൽ ആപ്പ് ഇപ്പോൾ ഒരു എന്താ പറയുക ടെസ്റ്റിംഗ് വെർഷൻ മാത്രമായതുകൊണ്ടായിരിക്കും അതിനകത്ത് ഓപ്ഷൻസ് കുറവ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരിക്കട്ടെ. പിന്നീട് ബാക്കി ഓപ്ഷൻസ് കൂടി വരുമായിരിക്കും. അതിനകത്ത് തൽക്കാലം നമുക്ക് UPI ഓപ്ഷൻ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. കാരണം UPI ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ കൺവീനിയൻസ് ചാർജ് കുറവാണ്. അപ്പോൾ ഞാനൊരു UPI ഓപ്ഷൻ ഉപയോഗിച്ച് ബുക്ക് ചെയ്യാണ്. തീർച്ചയായിട്ടും നമ്മുടെ UPI പേയ്മെൻറ്റ് സാധനം നമ്മുടെ സ്ക്രീൻ റെക്കോർഡർ വർക്ക് ചെയ്യില്ല സമയത്ത്. അപ്പോൾ ഞാൻ UPI പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ടിക്കറ്റിംഗ് വരും. അപ്പോൾ ടിക്കറ്റിനകത്ത് PNR നമ്പർ ഉണ്ട്, അതുപോലെ നമ്മുടെ ടിക്കറ്റ് നമ്പർ, സീറ്റ് നമ്പർ, ബർത്ത് നമ്പർ, അങ്ങനെ ഇതൊരു കൺഫേം ടിക്കറ്റ് ആയിരുന്നു. ഈ ഒരു വീഡിയോ ഡെമോൺസ്ട്രേഷൻ വേണ്ടി എടുത്തൊരു ടിക്കറ്റാണ്. അതുകൊണ്ടാണ് ചെറിയ ദൂരത്തിന് ടിക്കറ്റ് എടുത്തത്. സത്യമായി സ്ലീപ്പർ ക്ലാസ്സിൽ തന്നെ ഏതെങ്കിലും സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്താൽ മതി, കുറച്ച് ചിലവും കുറഞ്ഞ് കിട്ടിയാണ്. പുറത്തെ സാറിൽ ഞാൻ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലുള്ള ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ബുക്ക് കണക്റ്റിംഗ് ജേർണി എന്ന് പറയുന്ന ഫീച്ചറാണ്. നമുക്ക് റിസർവേഷൻ ടിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിസർവേഷൻ ടിക്കറ്റിനകത്ത് നമുക്ക് ബുക്ക് കണക്റ്റിംഗ് ജേർണി വെച്ച് നമ്മുടെ ഈ റിസർവ്ഡ് യാത്ര കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കണ്ടിന്യൂഷൻ യാത്രയ്ക്കുള്ള UTS ടിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് UTS ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെ കൗണ്ടറിലേക്ക് പോകേണ്ട ആവശ്യം. ഇതാണ് ഈ ആപ്പിലെ ബെസ്റ്റ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്. ഇതേപോലെ നിങ്ങൾ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അൺറിസർവ്ഡ് ടിക്കറ്റ് ആ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് തന്നെ ബുക്ക് കണക്റ്റിംഗ് ജേർണി വഴി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഈ 2 ഫീച്ചേഴ്സാണ് സ്വരയിൽ ആപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ്. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഫീച്ചർ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ബുക്ക് കണക്റ്റിംഗ് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് UPI വഴിയോ വാലറ്റ് വഴിയോ നമുക്ക് കാശ് കൊടുക്കാം. UTS ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ അത് നമ്മുടെ നോർമൽ അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അതേ പാർട്ട് തന്നെയാണ്. അങ്ങനെയാണ് ചെയ്തതിന് നമുക്ക് ടിക്കറ്റ് കിട്ടും. അപ്പോൾ ടിക്കറ്റിന് ഔട്ട്പുട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മൊബൈലിൻ്റെ ഒരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കൗണ്ട് ഡൗൺ ടൈമറൊക്കെ ആയിട്ടാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ടിക്കറ്റ് 5 മിനിറ്റ് നേരത്തെ ടിക്കറ്റ് തുറന്നിരിക്കുക. അത് ക്ലോസ് ആയി കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യം നമുക്കത് വീണ്ടും തുറന്നെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്വരയിൽ ആപ്പിനകത്തുള്ള ഫീച്ചേഴ്സ്. എനിക്ക് ആപ്പ് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള ലേഔട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ആപ്പാണ്. ഇങ്ങനൊരു ആപ്പ് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേസിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനകത്ത് നിലവിൽ പരസ്യങ്ങളൊന്നുമില്ല, അതും ഒരു സൂപ്പർ കാര്യമാണ്. പക്ഷേ പിന്നീട് പരസ്യം വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും നമ്മുടെ യാത്രക്കാർക്ക് ഇതൊരു അടിപൊളി ആപ്പായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു മറ്റൊരു അടിപൊളി വീഡിയോ കാണാം. അതുവരേക്കും ബൈ.